ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു കാർ റിലേറ്റഡ് പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 2-3 പേര് ഇടയ്ക്കിടയ്ക്ക് കമൻസിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കാർ റിലേറ്റഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക, എഫക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പോസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ്. സോ നിങ്ങൾക്കും എൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റർ ഈസിലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രൈവ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇമേജ് ഫയൽസ് കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഫയൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ എൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു രീതിക്ക് നിങ്ങൾക്കും വർക്ക് ചെയ്താൽ ഈ ഒരു രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്മൾ നോർമലി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സൈസിൽ തന്നെ 2160 വെടുത്തും 2700 ഹൈറ്റും 300 റെസൊല്യൂഷനും സെറ്റ് ചെയ്ത് നമ്മളൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ഫയൽസിൽ പോയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. സോ അത് ആ ഒരു ഇമേജ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നു. ഓക്കെ. സോ ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് നമ്മുടെ ആ ഒരു കാറിൻ്റെ ആ ഒരു ലെയർ ആഡ് ചെയ്യണം. സോ അതിനായിട്ട് കാറിൻ്റെ ഇമേജ് ഫോട്ടോഷോപ്പിലോട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുന്നു. സോ ഇതിൻ്റെ പൊസിഷന് ഏകദേശം ഈ ഒരു ഫ്ലോറിൽ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. സോ നമുക്ക് കാണുമ്പോൾ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് ഒരു ഒറിജിനൽ ലുക്കിലോട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഒരു കാറിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിനി ഈ ഒരു കാറ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു കാറിൻ്റെ ഷാഡോസ് കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. സോ അത് ആഡ് ചെയ്യണം. സോ അതിനായിട്ട് ഈ ഒരു BG എന്ന് പറയുന്ന ഈ ഒരു ലെയറിന് മുകളിലായിട്ട് നമ്മൾ ഒരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രഷിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഈ ഒരു രീതിയിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു നോഡ്സ് യൂസ് ചെയ്തിട്ട് ബ്രഷിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു രീതിയിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ. സോ ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ബ്രഷിനെ ചേഞ്ച് ചെയ്തതിന് ശേഷം ആ ഒരു ബ്രഷിൻ്റെ സൈസ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ആരോ കീസ് യൂസ് ചെയ്ത് ബ്രഷ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് ഇവിടെ ബ്രഷിൻ്റെ കളർ കിടക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഒരു വൈറ്റ് വന്നത്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളറിലോട്ട് നമ്മുടെ ബ്രഷിനെ സെലക്ട് ചെയ്തിട്ട് ബ്രഷിൻ്റെ സൈസ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. സോ അവിടെ ഒരു ബ്ലാക്ക് ഷാഡോ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ബ്ലാക്ക് ഷാഡോ. സോ നമുക്കിവിടെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ലൈറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൈറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും നമുക്ക് ഷാഡോ ഉണ്ടാവുക. സോ ഈ രീതിയിൽ ഇവിടെ ഓൾറെഡി ഡാർക്ക് ആയിട്ടുള്ളൊരു പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഷാഡോ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ നമ്മളിങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് ബ്രഷ് കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ ഒരു ഷാഡോ ആഡ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ സെലക്ഷൻ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ആ ഷാഡോൻ്റെ ലെയറും കാറിൻ്റെ ലെയറും കൂടി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ലെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആ ഒരു ഷാഡോ ലെയറും കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ സെറ്റ് ചെയ്തത്. കാരണം നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാറിൻ്റെ ഇമേജ് അതിൻ്റെ ഷാഡോ മിസ്സായി പോകാനായിട്ട് പാടില്ല. അതിൻ്റെ പൊസിഷന് കാര്യങ്ങളൊന്നും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്നു. ആൻഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കമ്മിങ് സൂൺ ക്യാപിറ്റൽ ലെറ്ററിൽ
ക്യാപിറ്റൽ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് എനേബിൾ ആക്കി ഇട്ടാലും മതി. കമ്മിങ് സൂൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓൾറെഡി ഞാൻ ഈ ഒരു ഫോണ്ടിൽ ആയതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് ഞാൻ ഇതിന് മുമ്പ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഫോണ്ടിൽ കിടക്കുന്നത്. സോ ഈ ഒരു ഫോണ്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ബോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഗോ ബോൾഡ് ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ ഫോൾഡറിൽ ഞാൻ ഓൾറെഡി ഈ ഒരു ഫോണ്ടിൻ്റെ ഫയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ കമ്മിങ് സൂൺ എന്ന് പറയുന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. സോ നമുക്ക് ആ ഒരു ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒന്ന് കുറക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ലൈൻ ഗ്യാപ്പ് നമ്മളവിടെ കുറച്ചു കമ്മിങ് സൂൺ എന്നുള്ളതിൻ്റെ. സോ ഇപ്പോൾ ബ്ലാക്കാണ് അവിടെ ഉള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് കാണുന്നില്ല. സോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിട്ടുള്ള വൈറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ആ ഒരു ഫോണ്ട് നല്ല രീതിയിൽ അവിടെ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഫോണ്ടിനെ നമ്മൾ ഒന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ഈ ഒരു കാറിൻ്റെ പിന്നിൽ നിന്ന് ഈ ഒരു കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. സോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ലെയറിനെ നമ്മൾ ഈ ഒരു കാർ ലെയറിൻ്റെ പിറകിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ പിന്നിൽ നിന്ന് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ രീതിയിലോട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്കവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ടൈപ്പ് ഒരു ഇത് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു കാറിൻ്റെ ലെയറും ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറും സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 2 ലെയറും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സൂം ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ടാക്കുന്നു. ഓക്കെ, സോ മുകളിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ലെയറിൽ നമുക്ക് ചെറിയൊരു ഗ്രേഡിയൻ്റ് കൊടുക്കണം. ഓക്കെ, ഗ്രേഡിയൻ്റ് ഒരു ബിവൽ ആൻഡ് എംബോസ് എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ അതിൽ ബിവൽ ആൻഡ് എംബോസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഡിഫറെൻ്റ് അവിടെ ആ ടെക്സ്റ്റിൽ കാണാം. സോ ഈ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ രീതിക്കും പല രീതിക്കും വന്നേക്കാം. ബട്ട് നിങ്ങൾ ഈ ഒരു സൈസ് ഫുള്ളാക്കി ഇട്ടിട്ട് ജസ്റ്റ് ഈ ഡെപ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു രീതിയിലൊരു എഫക്റ്റ് കിട്ടും. ഇതൊരു ഗ്രേഡിയൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു എംബോസ് ആയിട്ടുള്ള ഒരു ബിവൽ ആൻഡ് എംബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇവിടെ ഈ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ലുക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ബ്ലാക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചെറിയൊരു റിഫ്ലക്ഷൻ, എന്താ പറയുക, ഒരു മെറ്റൽ ഒബ്ജക്റ്റ് പോലെ, അതൊരു നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ഒരു ഒബ്ജക്റ്റ് ആ രീതിയിലുള്ളൊരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ച പോലെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടുള്ളൊരു സാധനം അവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ Ctrl 0 കൊടുത്ത് ഈ ഒരു രീതിയിലോട്ട് തന്നെ റിട്ടേൺ വരുന്നു. അതായത് Ctrl 0 എന്തിനാണ് പ്രസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ Ctrl 0 നിൽക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂയിലോട്ട് നമുക്ക് ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരുപാട് ഏരിയാസ് ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. സോ അവിടെ ഒരു എഫക്റ്റ്, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ടെക്സ്റ്റ് രീതിയിൽ നമുക്ക് ഈ ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റിനെ ഒരു ക്രിയേറ്റീവായിട്ട് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു പാറ്റേൺ പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഡിസൈൻ ഒരു എൻഹാൻസ് ആവാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. സോ നിർബന്ധമൊന്നുമില്ല, ബട്ട് നമ്മുടെ പോസ്റ്ററിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ കൂട്ടാനും ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ സ്റ്റൈലിലോട്ട് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലോട്ട് മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. സോ ഈ ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുക്കണം. അതിനായിട്ട് Ctrl J പ്രസ് ചെയ്താൽ മതി. ആ ഒരു ലെയറിൻ്റെ കോപ്പി അവിടെ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു
ബിവൽ ആൻഡ് എംബോസ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു എഫക്റ്റ് ഇനി നമുക്ക് വേണമെന്നില്ല. സോ ആ ഒരു എഫക്റ്റ് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ക്ലിയർ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതില്ലെങ്കിൽ ഡിസേബിൾ ലെയർ എഫക്ട്സ് എന്നുള്ളത് കൊടുത്താലും മതി. സോ ക്ലിയർ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഒരു ലെയറിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ കോപ്പി എടുത്ത ലെയറിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒറിജിനൽ ലെയർ അവിടെ താഴെ കിടപ്പുണ്ട്. സോ ആ ഒരു ലെയർ ഇപ്പോൾ നമ്മൾ കോപ്പി എടുത്തില്ല ഈ ഒരു ലെയർ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ ആ ഒരു കോപ്പി ലെയറിലാണ് നമ്മളെ സെലക്ഷൻ എന്നുള്ള ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ 4 സൈഡും ഒരേപോലെ ഇങ്ങനെ സ്കെയിലാവുന്നത് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളെ ഫ്രെയിമിലോട്ട് ഇങ്ങനെ മുകളിലത്തെ രീതിയിൽ ബ്ലാങ്കായി കിടക്കുന്ന രീതി ഏരിയയിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വലുപ്പം കൂട്ടുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി ഒന്ന് വലുപ്പം കൂട്ടിയിട്ട് ഫ്രെയിമിലോട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിലോട്ടാക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് കാര്യങ്ങളൊക്കെ നല്ല ബോറായിട്ട് കാണുന്നുണ്ടാവും, ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഫില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് നമ്മൾ 100ൽ നിന്ന് 0യിലോട്ട് ചേഞ്ച് ചെയ്യാം. ആൻഡ് ആ ഒരു ലെയറിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രോക്ക് എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഫില്ല് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലെയർ സ്റ്റൈലിൽ പോയിട്ട് ഇവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ട്രോക്ക് എഫക്റ്റ് നിങ്ങൾക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. നമുക്ക് ആ സ്ട്രോക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. സോ സ്ട്രോക്കിൻ്റെ സൈസ് നമ്മളിവിടെ ചെറിയൊരു ലൈനായിട്ട് വരുന്ന രീതിയിൽ സ്ട്രോക്ക് സെറ്റ് ചെയ്യുന്നു. നമ്മുടെ കളറ് വൈറ്റിൽ തന്നെ കൊടുക്കുന്നു. ഈ ഒരു കളർ ഏത് ചേഞ്ചിലോട്ട് മാറ്റുന്നു ആ ഒരു കളറിൽ അവിടെ സ്ട്രോക്ക് വരും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ മിനിമലായിട്ടുള്ള സ്ട്രോക്ക് എഫക്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്ട്രോക്ക് എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. സോ ആ ഒരു എഫക്റ്റും നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്മിങ് സൂൺ എന്നുള്ള രീതിയിൽ ഒരു വണ്ടിയിൽ നിന്ന് കുറച്ച് റിഫ്ലക്ഷൻസ് ആഡ് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ആയിട്ട് ഭയങ്കര ലൈറ്റായിട്ട് നിൽക്കാനായിട്ട് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു കാർ ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ലെയറിന് നമ്മൾ നോർമൽ ബ്ലെൻഡ് മോഡിൽ നിന്ന് നമ്മൾ ആ ഒരു ലെയറിൻ്റെ ബ്ലെൻഡ് മോഡ് ഓവർലോയിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കളറ് വൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ബ്രഷ് ഈ ഒരു സോഫ്റ്റ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ ഒരു ഓവർലേ ലെയറിൽ നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ആ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് താഴെയുള്ള ഫോഗ് ലാമ്പിലും നമ്മളിങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വണ്ടിയിൽ എവിടേക്കാണോ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പൊസിഷൻ ആ ഒരു ഭാഗത്തൊക്കെ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കൊടുത്തിട്ടുള്ള ഈ ഒരു ബ്ലാങ്ക് ലെയർ നമ്മൾ ഈ ഒരു കാർ ലെയറുമായിട്ട് ക്ലിപ്പ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലെയറിൽ എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ഈ ഒരു കാറിൻ്റെ മുകളിൽ മാത്രമേ അത് വരാൻ പാടുള്ളൂ, പുറത്തോട്ട് പോകാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലെയറിനെ ഈ ഒരു കാറിൻ്റെ ലെയറുമായിട്ട് ക്ലിപ്പ് ചെയ്യുന്നു. ക്ലിപ്പ് ചെയ്യാനായിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ 2 ലെയറിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബട്ടൺ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാകും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മളിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ഒരു ലെയറിൽ മാത്രമേ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരികയുള്ളൂ. സോ ഒരു കളറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ലൈറ്റ് ഒന്നും കൂടി ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു റെഡ് ലൈറ്റും കൂടി ഒന്ന് റിഫ്ലക്റ്റ് ഭയങ്കര ഒരു എടുത്ത് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലാങ്ക് ലെയറും കൂടി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടോപ്പിലായിട്ട് ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു ബ്ലാങ്ക് ലെയർ നമ്മൾ ടോപ്പിലോട്ട് ഇടാണ്. സോ ഈ ഒരു ബ്ലാങ്ക് ലെയർ നമ്മൾ ക്ലിപ്പൊന്നും ചെയ്യണ്ട. സോ ജസ്റ്റ് നമ്മൾ ഈ ഒരു ബ്രഷിൻ്റെ കളർ റെഡ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മളൊരു ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു.
ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലൈറ്റിൻ്റെ പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. സോ അവിടെ ആ ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ നമ്മുടെ പോസ്റ്റർ കുറേയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാറിൻ്റെ ഈ ഒരു കളറിൻ്റെ റിഫ്ലക്ഷൻ, അതായത് ഈ ഒരു യെല്ലോയിഷ് കളറിൻ്റെ റിഫ്ലക്ഷൻ ഈ ഒരു ടെക്സ്റ്റിൽ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പി ലെയർ അല്ലാത്ത ഈ ഒരു മുകളിൽ നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് ലെയറിൻ്റെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുക. സോ ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് സൈസ് ക്ലോസ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് സൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ സൈസ് ഒന്ന് വലുതാക്കിയിട്ട് നമ്മുടെ കാറിൽ നിന്നും നമുക്ക് കളർ എടുക്കാനായിട്ട് ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐ ഡ്രോപ്പർ ടൂൾ ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മൾ കാറിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കളർ പിക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു യെല്ലോ കളർ, കാറിലുള്ള ഒരു യെല്ലോ കളർ കിട്ടിയത് കാണാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ ഇനി ഒരു സൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ആ റിഫ്ലക്ഷൻ ആ രീതിയിലൊരു റിഫ്ലക്ഷൻ അവിടെ വന്ന് കാണാനായിട്ട് പറ്റും. വണ്ടിയിൽ നിന്നൊരു റിഫ്ലക്ഷൻ ആ ഒരു ടെക്സ്റ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതും സെറ്റായി. ഇനി നമുക്ക് ദ കംപ്ലീറ്റ് കാർ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ദ കംപ്ലീറ്റ് കാർ കെയർ എന്നുള്ളത് നമ്മളവിടെ ടൈപ്പ് ചെയ്യുകയാണ്. കാർ കെയർ. സോ ദ കംപ്ലീറ്റ് കാർ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് ഇതിന് മുകളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. സോ ഇതൊരു കമ്മിങ് സൂൺ പോസ്റ്ററാണ്, ഒരു റിയൽ ക്ലയൻറ്റിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്ററാണ്. സോ ഇതിൽ ലോഗോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാനില്ല. കമ്മിങ് സൂൺ പോസ്റ്റർ ആയതുകൊണ്ട് ഇത് കടയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ ഒരു കമ്മിങ് സൂൺ എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററാണ്. ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്ററാണ്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലൊക്കേഷൻ ആഡ് ചെയ്യണം. സോ ലൊക്കേഷൻ ആഡ് ചെയ്യാനായിട്ട് ലൊക്കേഷൻ്റെ ഐക്കൺ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഐക്കൺ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലായിട്ട് വെക്കുക. ഓക്കെ കൊടുക്കുക. സോ ഒരു വൈറ്റ് കളർ ലൊക്കേഷൻ ഐക്കണാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൊക്കേഷൻ ജസ്റ്റ് വടപ്പുറം നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ അവിടെ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യണം. സോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കാത്തത് നമ്മുടെ വീഡിയോസ് ലെങ്ത് ആവാതിരിക്കാനാണ്. മാക്സിമം പെട്ടെന്ന് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. സോ ഈ ഒരു ലൊക്കേഷൻ്റെ ഐക്കൺ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് വരുന്ന രീതിയിൽ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സിസ്റ്റം സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ലാഗ് വരുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഒരു റൗണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാക്കണം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിന് മുകളിലൂടെ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിലൂടെ. എന്നിട്ട് ആ ടെക്സ്റ്റിൻ്റെ കളർ ഇപ്പോൾ ഒരു യെല്ലോ കളറാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ഫില്ല് കളർ ഒഴിവാക്കണം, ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളർ ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് സ്ട്രോക്ക് കളർ ആഡ് ചെയ്യണം. സ്ട്രോക്ക് സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുന്നു. സോ നമുക്ക് സ്ട്രോക്ക് മാത്രം മതി, നമുക്ക് ഫിൽ കളറിൻ്റെ ആവശ്യമില്ല. സോ എന്നിട്ട് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂളിൻ്റെ സൈഡിലായിട്ട് ഒരു 4 നോഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു നോഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ കോർണർ ഇങ്ങനെ
റൗണ്ട് എഡ്ജസ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു കോർണേഴ്സൊക്കെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ പൊസിഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി കുറച്ചൊരു ഗ്രെയിൻസ് ഇതിൽ ആഡ് ചെയ്യണം, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഒരു ട്രെൻഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ Ctrl+Shift+Alt+E പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചെയ്ത ലെയേഴ്സ് എല്ലാം മെർജ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഇമേജ് ആയിട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഫയൽസ് എല്ലാം ഒറ്റ ലെയറായിട്ട് അവിടെ മാറിയിട്ടുണ്ട്, ഒരു ഇമേജ് ലെയറായിട്ട്. ഞാനിവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ Ctrl+Shift+Alt+E ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ പോയിട്ട് ഇവിടെ നോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ആഡ് നോയ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഈ ഒരു എമൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ നോയ്സ് സ്ക്രീനിൽ വരുന്നത് കാണാനായിട്ട് പറ്റും. സോ ഒരു ചെറിയ രീതിയിൽ ഓവറാകാത്ത രീതിയിൽ നമ്മളൊരു നോയ്സ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പോയിൻറ്റ്സിൽ നമ്മൾ നോയ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. സോ അവിടെ ആ നോയ്സ് കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു കാറിൻ്റെ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. സോ ഇത്രക്കുള്ളൂ ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ്. സോ ഇത്ര സിമ്പിളാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ ഡിസൈൻ, കാർ രീതിയിലുള്ളൊരു പോസ്റ്റർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആൻഡ് നമുക്കിത് സേവ് ചെയ്യാനായിട്ട് ഇവിടെ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ പോയിട്ട് എക്സ്പോർട്ട് ആസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. സോ ഇവിടെ PNG എന്നുള്ളത് ഞാൻ ജസ്റ്റ് JPG കൊടുക്കുന്നു. PNGയിൽ നിങ്ങൾക്ക് ഔട്ട് എടുക്കാനായിട്ട് പറ്റും. JPG കൊടുത്ത് ക്വാളിറ്റി ഹൈലാക്കിയതിന് ശേഷം ജസ്റ്റ് എക്സ്പോർട്ട് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ ഫയൽ നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. നമ്മുടെ പോസ്റ്റർ ആ ഒരു ഫോൾഡറിൽ ജസ്റ്റ് സേവ് ആവുന്നതാണ്. ഓക്കെ, ആൻഡ് ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരം നേരം വീഡിയോ കണ്ടിട്ട് നിങ്ങളും ആ ഒരു രീതിയിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി അയക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി നിങ്ങളുടെ ഔട്ട് കാര്യങ്ങളൊക്കെ അയക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും എഡിറ്റ്സ് കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അയക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാം. ആൻഡ് നമുക്ക് ഇനിയും ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഇതിലെന്തെങ്കിലും ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുത്തണമെന്നില്ല, അതിൽ നമ്മുടെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇനി എന്ത് വീഡിയോസ് കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.